നമസ്കാരം. എല്ലാവർക്കും എന്നാ ഉണ്ട് വിശേഷം? ഞങ്ങൾ ഒരു ചെറിയ അഡ്വഞ്ചറുമായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഒരു റോഡ് ട്രിപ്പിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടുന്ന് ഏകദേശം 1700 കിലോമീറ്റർ അകലെ കെയ്ൻസ് എന്നു പേരുള്ള മനോഹരമായൊരു പ്രദേശമുണ്ട്. നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഭൂപ്രകൃതിയും അവിടുത്തെ കാലാവസ്ഥയൊക്കെ ആയിട്ട് ഒരുപാട് സാദൃശ്യമുള്ളൊരു സ്ഥലമാണ്. അവിടെയാണ് ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഓസ്ട്രേലിയയിൽ ഇപ്പോൾ തണുപ്പ് കാലമാണ്, പക്ഷേ നമ്മൾ കെയ്ൻസിൻ്റെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ നല്ല സുഖകരമായ കാലാവസ്ഥയായിപ്പോൾ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു മെയിൻ വിൻ്റർ ഡെസ്റ്റിനേഷനാണ് കെയ്ൻസ്. നമ്മൾ ഒരു 5 ദിവസം കൊണ്ട് കെയ്ൻസ് വരെ ഡ്രൈവ് ചെയ്തെത്താമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് ഉള്ളിലോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് പതുക്കെയാണ് ഞങ്ങൾ പോകുന്നത്. നല്ല സുന്ദരമായ മലനിരകളുണ്ട് നമ്മൾ പോകുന്ന വഴിക്കൊക്കെ. എല്ലായിടത്തും തന്നെ വ്യൂ പോയിന്റുകളും ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് നദികളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ കാണാനുണ്ട്. ലോകപ്രശസ്തമായ ബീച്ചുകളും അത്ഭുതത്തോടെ മാത്രം നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്ന വലിയ ഗുഹകളും ഒക്കെ കണ്ടാണ് ഞങ്ങൾ പോണത്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊന്നും ശരിക്കും കാണിക്കാത്ത, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നതെന്ന്. ടിൻസൻ്റെ ചാനലിൽ ഈ ട്രിപ്പിൻ്റെ ഓരോ ദിവസത്തെയും കാഴ്ചകളുടെ വിശദമായ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോസ് എല്ലാം പുറകെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞ് മാത്രം പോകുന്നത്. അങ്ങനെ സൂര്യോദയവും അസ്തമയവും ഒക്കെ കണ്ട് ഒട്ടും ബോറടിക്കാത്ത യാത്ര 4ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിപ്പോ നമ്മുടെ റോഡ് ട്രിപ്പ് 4ാമത്തെ ദിവസമാണ്. കാർട്ട്വെൽ എന്ന് പറഞ്ഞ ഒരു സീസൈഡ് ടൗണിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. കടലിനോട് ചേർന്ന് കിടക്കുന്ന മനോഹരമായ ചെറിയൊരു സിറ്റി. ഞങ്ങളുടെ അവിടെ താമസിച്ച മോട്ടൽ റൂമിൻ്റെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. നല്ലൊരു സൂര്യോദയം കണ്ടാണ് അവിടുന്നും രാവിലെ എഴുന്നേറ്റത്. അവിടുന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് സീ വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ ഒരു ആ ടൗണിൽ തന്നെയുള്ളൊരു കഫേയാണ്, അങ്ങോട്ട് വന്നതാണ്. ഇവിടെ നല്ല കടലിൻ്റെ പശ്ചാത്തലത്തിൽ നല്ല മനോഹരമായ ഒരു റെസ്റ്റോറൻറ്റ്. അവിടെ ഞങ്ങളിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്ത് കഴിക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. ഈ ലൂട്ടിന് ഒരു സ്മൂത്തി മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് അത്ര വലിയ താല്പര്യമില്ല, എന്നാലും കുടിക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ ഇരിക്കുമ്പം ബ്രേക്ക്ഫാസ്റ്റ് വന്നു. ഫുൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റാണ് പറഞ്ഞേക്കുന്നത് ഇന്ന്. നമുക്കിവിടെ സണ്ണി സൈഡ് അപ്പ്, ഡബിൾ ഓംലെറ്റ്, 2 ബ്രെഡ്, അത് ടോസ്റ്റ് ചെയ്തതാണ്. പിന്നെ അതിനിടയ്ക്ക് ഹാഷ് ബ്രൗൺ കാണാം. നമുക്കൊരു ചെറിയ ടൊമാറ്റോയുടെ കഷ്ണമുണ്ട്. പിന്നെ ക്യാബേജ്, 2 സോസേജ്. പിന്നെ ഇപ്പുറത്തോട്ട് വരുവാണെങ്കിൽ നമുക്ക് കാണാം അടിപൊളി ബേക്കൺ ഉണ്ട്. പിന്നെ നമ്മുടെ കൂൺ ചെറുതായിട്ട് അരിഞ്ഞ് ഒന്ന് വഴറ്റിയെടുത്തതുമുണ്ട്. അപ്പോൾ കഴിക്കാൻ തുടങ്ങാം അല്ലേ? ഈ ഇതുപോലുള്ള ബുൾസൈ, സണ്ണി സൈഡ് അപ്പ് ഞാൻ സാധാരണ വീട്ടിലുണ്ടാക്കാറില്ല. വീട്ടിലുണ്ടാക്കുമ്പോൾ എനിക്ക് ശരിക്കും മുട്ട പൊരിച്ചെടുക്കുന്നത് തന്നെയാണ് ഇഷ്ടം. പക്ഷേ ഇവിടെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്താണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു കഫേ ആംബിയൻസിൽ ഇത് നമ്മുടെ ബ്രെഡും മഷ്റൂമും ഒക്കെ ആയിട്ട് ഈ യോക്ക് മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് എനിക്ക് വലിയ ഇഷ്ടമാണ്. നല്ല ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ ചാ? സൂപ്പർ.
അപ്പോൾ അവിടെ അങ്ങനെ ഇരുന്ന് ആസ്വദിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഞങ്ങൾക്ക് കുടിക്കാനായിട്ട് 2 കപ്പുച്ചിനോ മേടിച്ചു വെച്ചിട്ടുണ്ട്. വീണ്ടും നമ്മൾ യാത്ര തുടരുവാണ്. ഇവിടെ കാർഡ്വെല്ലിൽ കാണാനുള്ള കാഴ്ചകളൊക്കെ അങ്ങ് കണ്ടേച്ച് പോകാമെന്ന് വെച്ചു. ഇവിടുത്തെ മെയിൻ ഒരു ഡ്രൈവാണ് കാർഡ്വെൽ ഫോറസ്റ്റ് ഡ്രൈവ്. ഇതിൻ്റെ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവൽ റോഡാണ്, അത് ടാറൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അത് കുറേ അകത്തോട്ടങ്ങ് പോകുന്നുണ്ട്. എന്നാ പൊടിയാന്ന് നോക്കിക്കേ, അപ്പുറത്തുനിന്ന് ഒരു വണ്ടിയൊക്കെ വരുമ്പോഴത്തേനും നമ്മുടെ വണ്ടി പൊടിക്കകത്ത് കുളിക്കുവാണ്. നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇരുവശവും കാണാൻ പൈൻ മരക്കാടുകളാണ് മെയിനായിട്ടും. ഇപ്പോൾ നമ്മളിവിടെ വന്നു, വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തു. ഇനി താഴോട്ട് പോയി കഴിഞ്ഞാൽ മനോഹരമായൊരു അരുവി, മുകളിലോട്ട് പോയാൽ നല്ലൊരു വെള്ളച്ചാട്ടം എന്നാണ് അവരോട് എഴുതി വെച്ചേക്കുന്നത്. ഞങ്ങൾ എന്തായാലും ആദ്യമേ തന്നെ താഴോട്ട് പോയേക്കാന്ന് വെച്ചു, ആ അരുവി ഒന്ന് കണ്ടേക്കാന്ന്. നല്ല തണൽ വീണ വഴിയാണ് താഴോട്ട്. എനിക്കാണെങ്കിൽ ഇത് കാണുമ്പോഴത്തേനും നമ്മുടെ നാട്ടിൽ റബ്ബർ തോട്ടത്തിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന പോലെയുണ്ട്. ആ താഴോട്ട് ഇങ്ങനെ ചെറിയൊരു ഇരുട്ടും തണലും ഒക്കെ ആയിട്ട്. താഴോട്ട് ഇങ്ങനെ ഈ സ്റ്റെപ്പ് ഇറങ്ങി നേരെ ചെല്ലുന്നത് അരുവിയുടെ കരയിലേക്കാണ്. നല്ല തെളിഞ്ഞ വെള്ളം. ഈ പാറക്കെട്ടെ കൂടി ഇങ്ങനെ ഒഴുകിയാണ് വെള്ളം ഇങ്ങോട്ട് വരുന്നത്. നമുക്ക് ആ പാറക്കെട്ടിൻ്റെ മേളിൽ പോയെന്ന് കാണാം കേട്ടോ. ഇത് ആ മേളിൽ നിന്നുള്ള കാഴ്ചയാണ്. അവിടുന്ന് ഇങ്ങനെ ഒഴുകി വന്ന് പൂള് പോലെ ഒരു സ്ഥലത്തോട്ട് ഇങ്ങനെ പൂൾ ചെയ്തിട്ട് നേരെ ഒഴുകി പോവുകയായിരുന്നു വെള്ളം. ഇതുപോലെ പാറക്കെട്ടെ കൂടെ നല്ല ഭംഗിയായിട്ട് വെള്ളം ഒഴുകി വരുന്ന കാഴ്ച നമ്മുടെ നാട്ടിൽ ധാരാളം കാണാൻ കിട്ടുന്നതാണ്. ഇവിടെയാണെങ്കിൽ നല്ല ക്വയറ്റാണ്. അവിടെ പ്രത്യേകിച്ച് വലിയ ബഹളങ്ങളോ ഒച്ചപ്പാടോ ഒന്നുമില്ല, കിളികൾ മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ പൊക്കത്തിലോട്ട് പോയൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, നല്ല കുത്തനെയുള്ള കയറ്റമാണ് അങ്ങോട്ട്. അതുകൊണ്ട് ഞാനും നീലൂട്ടിനും പോയില്ല, ടിൻസൺ പോയി. അതിൻ്റെ വീഡിയോ നമുക്ക് ടിൻസൻ്റെ ചാനലിൽ കാണാം കേട്ടോ. അങ്ങനെ ടിൻസൺ മലയൊക്കെ കയറി വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ മുന്നോട്ട് പോവുക, ഫോറസ്റ്റ് ഡ്രൈവിൽ കൂടെ തന്നെ. ഇനി നമ്മൾ പോകുന്നത് കാർഡ്വെൽ സ്പാ പൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൊക്കേഷനിലോട്ടാണ്. നാച്ചുറലായിട്ട് പാറക്കെട്ടിനകത്ത് ഉണ്ടായിരിക്കുന്ന സ്വിമ്മിംഗ് ഹോൾസാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. ഇപ്പം തന്നെ ഇതിനകത്ത് കാണാം, വെള്ളം ഒഴുകി പാറക്കകത്തോടെ വന്ന് നല്ലൊരു ചെറിയ ഹോളായിട്ടുണ്ട്. ഇതിനധികം ആഴമൊന്നുമില്ല, ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ സ്വിം ചെയ്യാനായിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ വെള്ളത്തിൻ്റെ കളറ് ശ്രദ്ധിച്ചോ, ഇതിനൊരു ചെറിയ മിൽക്കി ബ്ലൂ അല്ലേ ഇതിൻ്റെ കളറ്. ഇതിന് കാരണം എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഈ വെള്ളത്തിനകത്ത് ഇഷ്ടംപോലെ മിനറൽസ് ഉണ്ട്, മഗ്നീഷ്യം, കാൽസ്യം മുതലായവ. ഈ മിനറൽസ് വരാൻ കാരണം ഈ വെള്ളം പ്രധാനമായിട്ടും ഭൂഗർഭജലമാണ്. ഇങ്ങനെ ഒരുപാട് മിനറൽസ് ഉള്ള ഈ വെള്ളത്തിൽ സൂര്യപ്രകാശം പ്രതിഫലിക്കുമ്പോഴുണ്ടാകുന്ന കളറാണ് ഈ ഇളം നീല കളറ്. സൂര്യപ്രകാശത്തിൻ്റെ തോതനുസരിച്ച് ഇതിൻ്റെ കളറ് ചിലപ്പോൾ ഇങ്ങനെ ഇളം നീലയായിരിക്കും, അല്ലെങ്കിൽ നല്ല നീലയായിരിക്കും, അല്ലെങ്കിൽ ഒരു മിൽക്കി ബ്ലൂ ആയിരിക്കും, അങ്ങനെ വ്യത്യാസപ്പെട്ട് വരും. അവിടെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഞങ്ങൾ പിന്നെയും വണ്ടിയിൽ കയറി നേരെ ഇനി മിഷൻ ബീച്ചിലോട്ടാണ് പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ മിഷൻ ബീച്ചിൻ്റെ ആ ടൗണിലാണ്. വണ്ടി എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്തിട്ട് നമുക്കിനി പതിയെ ബീച്ചിലോട്ട് ഇറങ്ങണം. നമ്മളിപ്പം മിഷൻ ബീച്ചിലെത്തി. ഞങ്ങൾ ഇപ്പോൾ ഒരു 12:30 ആയി. നമ്മളൊരു 10 മണിയൊക്കെ ആയപ്പോഴാണല്ലോ ഫുഡ് കഴിച്ചത്. അതുകൊണ്ട് ഒരു 9:30-10 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ അത്ര കാര്യമായിട്ട് ലഞ്ച് കഴിക്കാൻ മാത്രമുള്ള വിശപ്പൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് സ്നാക്ക് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ്. കുറച്ച് ഓറഞ്ച് ഉണ്ട്, ആപ്പിളുണ്ട്, നീലൂട്ടിനൊരു സ്കോൺ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അത് പതിയെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവാണ് ആള്. അല്ലേടാ? ആ വേണോ? ഓറഞ്ച് തന്നു. ഹായ്.
ഭംഗിയുള്ളൊരു ബീച്ചാണ്. ഒരുപാട് ആൾക്കാരുമുണ്ട്. ഒത്തിരി പേര് ക്യാരവനൊക്കെ ആയിട്ട് വരുന്നവരൊക്കെ ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ ആയിട്ട് ഇവിടെ ഒരുപാട് നേരം ഇരിക്കുന്നുണ്ട് ഇവിടെ. ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, ഇവിടുത്തെ ബീച്ചുകളിലെല്ലാം ഒരുപാട് തെങ്ങ് നിൽപ്പുണ്ട്. ഇവിടെ പ്രത്യേകിച്ചും ഇഷ്ടംപോലെ തെങ്ങുണ്ട്, തേങ്ങായും വീണ് കിടപ്പുണ്ട്. ഞാനെന്തായാലും കുലുക്കിയൊക്കെ നോക്കി ബോധിച്ച് 2-3 അങ്ങ് എടുത്തു. എന്നാൽ പിന്നെ ഞങ്ങൾ കയ്യിലുള്ള എക്യുപ്മെൻസ് ഒക്കെ വെച്ച് ഒരെണ്ണം അങ്ങ് പൊതിച്ച് നോക്കിയേക്കാന്ന് വെച്ചു. സക്സസ്ഫുള്ളി ഞങ്ങൾ ഒരെണ്ണം പൊതിച്ചെടുത്തു. അത് പൊട്ടിച്ച് നോക്കി. നല്ല പൊങ്ങൊക്കെയുള്ള നല്ല അടിപൊളി തേങ്ങ. ആ പൊങ്ങ് ഞങ്ങൾ കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സൂപ്പർ തേങ്ങ. ഞങ്ങൾ എന്തായാലും അതിങ്ങ് എടുത്തുകൊണ്ട് പോന്നു. ഞങ്ങളങ്ങനെ തേങ്ങയൊക്കെ പെറുക്കി പിന്നെയും യാത്ര തുടരുവാണ്. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പോർട്ട് ഡഗ്ലസ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഒരു 7 മണിയോടുകൂടി പോർട്ട് ഡഗ്ലസിൽ എത്തണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇത് ഇപ്പം നോക്കുവാണെങ്കിൽ നമുക്ക് കരിമ്പിൻ പാടങ്ങൾ, കരിമ്പ് വെട്ടുന്ന യന്ത്രമൊക്കെ കാണാം. കെയ്ൻസിൻ്റെ അടുത്തോട് അടുക്കും തോറും ഇനി നമ്മൾ കരിമ്പിൻ പാടങ്ങൾക്കിടയ്ക്കൂടിയായിരിക്കും നമ്മുടെ യാത്ര മുഴുവൻ. നമ്മൾ അങ്ങനെ വൈകുന്നേരം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം ഉച്ചയ്ക്ക് നമ്മളങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല, ചെറിയ സ്നാക്കല്ലേ കഴിച്ചുള്ളൂ. അപ്പം ഞങ്ങൾ ഹംഗ്രി ജാക്സിലെ 2 ബർഗർ ഇങ്ങ് മേടിച്ചു. അതാണ് ഇന്നത്തെ ലഞ്ച്. ഞങ്ങൾ ഓരോ ബർഗറും ചിപ്സും പിന്നെ കുട്ടാപ്പിക്ക് ഞങ്ങൾ ഓർഗാനിക് മീല് ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. ഇവിടുത്തെ ഹംഗ്രി ജാക്സിലെ ബർഗറിൻ്റെ ടേസ്റ്റ് എനിക്കിഷ്ടമാണ്. നാട്ടിൽ ഇതുവരെ ഞാൻ വന്ന് ബർഗർ കഴിച്ചിട്ടില്ല. നമുക്കിവിടെ ഡബിൾ പാറ്റിയൊക്കെ വെച്ച് നല്ല സോഫ്റ്റ് ബണ്ണൊക്കെ ആയിട്ട് നല്ല ബർഗറാണ് ഇവിടുത്തെ. കുറച്ച് നേരം ആ പാർക്കിലൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പിന്നെയും കാറിലോട്ട് കയറി. നല്ല ഭംഗിയുള്ള ഡ്രൈവാണ് കേട്ടോ പോർട്ട് ഡഗ്ലസ് വരെ. ഞങ്ങൾ താമസിക്കുന്ന മോട്ടലിൽ എത്തിയപ്പോഴും ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പിന്നെ സിറ്റിയൊക്കെ ഒന്ന് കാണാനായിട്ട് പോയി. സിറ്റി അത്ര വലുതൊന്നും അല്ലെങ്കിലും നല്ല ലൈവ്ലിയാണ് ഇവിടം. ഈ സമയമായതുകൊണ്ട് കഫേയിലും ഫുഡ് സ്റ്റാളിലും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. ചിലരൊക്കെ വെറുതെ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ആംബിയൻസ് ആയതുകൊണ്ട് നമുക്കും ആ ഫ്ലോയിൽ അങ്ങ് നടക്കാനങ്ങ് തോന്നും. കുറച്ച് നേരം ടൗണൊക്കെ കണ്ട് നടന്നിട്ട് ഞങ്ങൾ ഒരു തായ് റെസ്റ്റോറൻറ്റിൽ കയറി ടേക്ക് അവേ ഫുഡും വാങ്ങിച്ച് റൂമിലോട്ടങ്ങ് പോയി. ഞങ്ങൾ ഒരുമാതിരി നന്നായിട്ട് മടുത്തു. ഇപ്പം തന്നെ റൂമിലൊക്കെ എത്തി ഒരു കുളിയൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് കഴിക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് ടേക്ക് അവേ എടുത്തത്. ഞങ്ങൾ ഫ്രൈഡ് റൈസും നൂഡിൽസും മേടിച്ചത്. എല്ലാം സീ ഫുഡ് ബേസ്ഡ് ആണ്. പോർട്ട് സിറ്റി ആണല്ലോ. ഇപ്പം ഞാൻ നീലോട്ടിന് കൊടുക്കുകയായതുകൊണ്ട് ഞാൻ ഈ കൈ കൊണ്ട് തന്നെ അങ്ങ് തിന്നുവാണേ. പ്രോൺസ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് നല്ല മൈൽഡ് ടേസ്റ്റിൽ നല്ലതായിട്ടുണ്ട്. ഈ ന്യൂഡിൽസും സൂപ്പും സെപ്പറേറ്റ് ആയിട്ടാണ് കിട്ടുന്നത്. നമ്മളതിനെ മിക്സ് ചെയ്ത് കഴിക്കുവാണ്. ഇത് മിക്സ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ആ സൂപ്പ് ഇച്ചിരി എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഈ നൂഡിൽസിൻ്റെ സൂപ്പ് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ലെമൺ ഗ്രാസിൻ്റെ നല്ല ടേസ്റ്റ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നീലോട്ടിന് ഫ്രൈഡ് റൈസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് അവനതും കഴിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അഡ്വഞ്ചറൊക്കെ കഴിഞ്ഞു. വൈകുന്നേരമായി, ഫുഡൊക്കെ കഴിച്ചു, കുളിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ പതിയെ ബെഡിലോട്ട് കിടന്നാൽ മതി. നാളെ വെളുപ്പിന് തന്നെ എഴുന്നേക്കണം. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് എന്തായാലും ഇനിയിപ്പോൾ കിടക്കാൻ പോവാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. നമ്മുടെ യാത്ര അവസാനിക്കുന്നില്ല കേട്ടോ, വീണ്ടും തുടരുവാണ്. ഇനിയും ദിവസങ്ങളുണ്ട്.
11 വർഷമായിട്ട് കാണാതിരുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെയും കെയ്ൻസിൻ്റെയും വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ നെക്സ്റ്റ് വീക്കിൽ.